അപ്പൊ എണീച്ചു തന്നോളൂ. കാലുകൾ അടുപ്പിച്ച് വെച്ചോളൂ. കൈകൾ മുകളിലേക്ക് സ്ട്രെച്ച്. എന്നിട്ട് മുട്ടിത്തിരി മടക്കിക്കോളൂ. മുട്ട് മടക്കൂ ഇങ്ങോട്ട്. ആ ഇരിക്കൂ. ആ മുകളിലേക്ക് നോക്കിക്കോളൂ. ഇതാണ് ഉത്കടാസന. മതി ആണല്ലേ? കണ്ടോ, ഞാൻ പറയില്ല ചേച്ചി, ഇതാണ് ഉത്കടാസന. പോലീസ് സ്റ്റേഷനിലോ? ഇത് പക്ഷെ ഭയങ്കര നല്ലൊരു പോസ്ചറാണ്. വയറ് കുറയാനുള്ള ഒരു ചേച്ചി. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ ക്യാരം ബോർഡ് പോലെ ആവണ്ടതല്ലേ? മറ്റേ അത്ര കഷ്ടപ്പെട്ട് നമുക്ക് വയറ് കുറയ്ക്കണം എന്ന് അത്ര നിർബന്ധപ്പെട്ട് യോഗ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. എക്സസൈസ് ചെയ്താലും മതി. വേണ്ട, ഇഷ്ടം പോലെ ക്ലിനിക്കുകളുണ്ട്. അങ്ങനെ അല്ല പിന്നെ ശരി ചേച്ചി. അത് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ചേച്ചി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് സാധാരണ എല്ലാരും പറയുന്നത് എന്താ, യോഗ ചെയ്യോ, എയറോബിക്സ് ചെയ്യോ, എക്സസൈസ് ചെയ്യോ എന്നൊക്കെയാണ്. ലൈപ്പോസെക്ഷൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ അല്ല, അതിനുള്ള സൗകര്യങ്ങൾ ഇപ്പൊ ഉണ്ട്. വേണച്ചാ നമുക്ക് എന്ത് വേണമെങ്കിൽ കുറയ്ക്കോ കൂട്ടൊക്കെ ചെയ്യാം. എല്ലാം ടെക്നിക്കലി നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലല്ലേ, അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലല്ലേ ജീവിക്കണേ. അപ്പൊ യോഗ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷെ ഹെൽത്തി ആയിട്ട് കുറയ്ക്കണം, അല്ലെങ്കിൽ പതുക്കെ കുറച്ചാൽ മതി. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കാര്യം നിങ്ങളൊക്കെ നോക്കുമ്പോ ഞാൻ ഒന്നും ചെയ്തിട്ട് തോന്നില്ലേ, എന്റെ ഹൃദയമിടിപ്പൊക്കെ കൂടുന്നു. സത്യമായിട്ടും സ്പൈനൊക്കെ നല്ലതാണ്. കൈ ഇങ്ങനെയായിരുന്നു വെക്കേണ്ടിയിരുന്നേ. എന്നിട്ട് മുകളിലേക്ക് നോക്കുക, നല്ലതാണ്. ആണല്ലേ? അപ്പൊ ഇനി ഞാൻ ഇത് വീട്ടിൽ പോയി ചെയ്യുന്നതായിരിക്കും. ഏതായാലും ചേച്ചിയെ ഇത്രയും നേരം 1 മണിക്കൂർ ഇങ്ങനെ വർത്തമാനം പറയാൻ കിട്ടിയത് സത്യമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത്രയും എന്താ പറയാ, ഇങ്ങനെ കാര്യമായി കഷ്ടപ്പെട്ടെങ്കിലും അവസാനം ചേച്ചി ഇങ്ങനെ ഇത്ര നേരം ഇരുന്ന് തന്നാലും ഇത്ര ക്ഷമയോടുകൂടി ഇതൊക്കെ കേട്ടിരുന്നാലും. എന്താ പറയാ, എനിക്കും വീണയുടെ ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പൊതുവെ അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളല്ല, പക്ഷെ വീണ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരാളാണ്. ഈ പറഞ്ഞ പോലെ നാട്ടില് സരസ്വതി ദേവി ഉള്ള ആളാണ്. അപ്പോൾ വളരെ സുഖമായിട്ട് ഇങ്ങനെ നമുക്ക് സംസാരിക്കാനും നല്ല വാർത്തകൾ ഇങ്ങനെ വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. സരസ്വതി ദേവി നാട്ടിലുണ്ടെങ്കിലാണ് പറയുക. അത് നമുക്കൊരു വിശ്വാസമാണ് കേട്ടോ. അങ്ങനെ വിശ്വാസമില്ലാത്തവരുണ്ടാവും, പക്ഷെ എന്റെ ഒരു ഇത് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ എനിക്ക് നല്ല വിശ്വാസമുള്ള കൂട്ടത്തില്, അങ്ങനെ ദൈവഭക്തിയൊക്കെ ഉള്ള കുട്ടിയാണ്. അത് ഭഗവാൻ എന്നുള്ളതിനേക്കാളും സരസ്വതി നാഡി എന്ന് പറയുന്നത് നാക്കിന്റെ അടിയിലുള്ള ഒരു നാഡിയാണ്. ആണോ? അതുകൊണ്ട് അങ്ങനെ അതുകൊണ്ട് അപ്പൊ ഏതായാലും ചേച്ചി താങ്ക് യു സോ മച്ച്. നമുക്ക് വീണ്ടും കാണാൻ സാധിക്കട്ടെ. എനിക്ക് സത്യമായിട്ട് ഇനി വീണ്ടും കാണണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. ചേച്ചിയെ സിനിമയെ കാണണമെന്നും ഒരുപാട് മലയാളികൾ ആഗ്രഹിക്കുന്ന പോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. എന്തെങ്കിലും അങ്ങനെയൊക്കെ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് ചേച്ചി.